Hi, Limari. Welcome back to my channel. I'm a vlogist. അപ്പോൾ തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് എസെൻഷ്യൽ ആയിട്ട് കൊണ്ടുപോകേണ്ടത്, പിന്നെ ടൂറിസ്റ്റ് സിമിന്റെ കാര്യം, ലിക്വിഡ് മണിയുടെ കാര്യം, അങ്ങനെയുള്ള ബാർഗൈനിങ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇന്ന് പറയാൻ പോകുന്ന ഡ്രസ്സിന്റെ കാര്യമാണ്. 5 ദിവസത്തേക്കുള്ള പാക്കേജിന് നമ്മൾ 5 ജോഡി ഡ്രസ്സ് കൊണ്ടാണ് പോയത്. 5 ജോഡി ഡ്രസ്സിന്റെ ആവശ്യമില്ല. ഏറ്റവും ബേസിക് ലെയർ, നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത് പോകുമ്പോൾ കാശ്മീർ അല്ലെങ്കിൽ വിന്റർ ഭയങ്കരമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് തണുപ്പുള്ള കാലാവസ്ഥയിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എന്ത് വേണം, നമ്മൾ ലെയർ ചെയ്യണം, ഡ്രസ്സ് ലെയർ ചെയ്ത് വേണം ഇടാൻ. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന പോലെ അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പല ലെയറിംഗ് ഉണ്ട്. ഏറ്റവും അടിയിൽ നമ്മൾ ഇടുന്നതാണ് തെർമൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, തെർമൽ ലെയേഴ്സ് എന്ന് പറയും. ഈ തെർമൽ ലെയേഴ്സിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എക്സൽ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന തെർമൽ ലെയർ ലാർജ് ആയിരിക്കണം. അതായത് എൻ്റെ ശരീരത്തിനോട് ഇറുകി അത് കിടക്കണം. സ്ട്രെച്ചബിൾ ആയിരിക്കും, നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും എന്ന് മാത്രമല്ല ആയിരിക്കണം. അങ്ങനെ നോക്കി തന്നെ മേടിക്കരുത്. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഡെക്കാത്ലോൺ പോലുള്ള അവർ ഡെക്കാത്ലോണിൽ പോയി മേടിക്കുക. ഡെക്കാത്ലോണിന്റെ സൈറ്റിലൊക്കെ കിടപ്പുണ്ട്. കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നിങ്ങൾ ബ്ലാക്ക് കളേഴ്സ് മേടിക്കുക, അല്ലെങ്കിൽ സ്കിൻ കളർ മേടിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള വേറെ നമ്മുടെ ഈ ഒരു ആഷ് കളർ, അതുപോലെ തന്നെ ലൈറ്റ് സ്കൈ ബ്ലൂ കളർ ഒന്നും മേടിക്കരുത്. കാരണം ഏറ്റവും അടിയിലുള്ള ലെയർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അത് വെളിയിൽ പ്രൊജക്ട് ചെയ്ത് ഏതെങ്കിലും ഇപ്പോൾ താഴെ ഭാഗത്ത് അല്ലെങ്കിൽ കൈയുടെ ഇവിടെയൊക്കെ കണ്ടു കഴിയുമ്പോൾ വേറെ കളർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സിന് ഭംഗിയാണ്. ബ്ലാക്ക് ഇട്ടുന്നത് നല്ല രസമായിരിക്കും. സോ ബ്ലാക്ക് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലീസ് ലെയർ ഉള്ള അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഞാനൊരു ടോപ്പും ബോട്ടം ഉണ്ട്, അതിൻ്റെ പാൻറ്റും ഇട്ടു, അതിൻ്റെ ഉടുപ്പ് കിട്ടും തെർമൽ ലെയറിൻ്റെ. അതിന് തൊട്ട് മുകളിലായിട്ട് അടുത്ത് ഞാൻ ഇടാൻ പോകുന്ന ഫ്ലീസ് ലെയർ ഉള്ളൊരു ഡ്രസ്സായിരിക്കും. ഫ്ലീസ് ലെയർ എന്ന് പറഞ്ഞാൽ കമ്പിളി ലെയർ. ഇപ്പം നമ്മളൊരു ഡ്രസ്സ് എടുത്ത് നമ്മൾ മറിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ ചെറിയ കമ്പിളി പോലെ ഇങ്ങനെ നാരായിട്ട് ചെറിയൊരു പോളിഷ് പോലെ അങ്ങനെ ഇരിക്കത്തില്ല. അതിനാണ് ഫ്ലീസ് ലെയർ എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ അതിനെ തണുപ്പിനെ അകത്തായിട്ട് കടത്തി വിടുന്നത്, നമ്മുടെ ശരീരത്തിനെ എന്ത് ചെയ്യും, തണുപ്പിൽ നിന്ന് സംരക്ഷിക്കും. ഫ്ലീസ് ലെയർ ഉണ്ടെന്ന് പറയുന്നത് കട്ടി കമ്പിളി ഡ്രസ്സ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ടെമ്പറേച്ചർ അനുസരിച്ച് നോക്കാം, ചുറ്റും ഭയങ്കര തണുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹുഡിയോ കാര്യങ്ങൾ എന്തെങ്കിലും. അതിൻ്റെ ഏറ്റവും മുകളിൽ കൂടിയാണ് നമ്മൾ വിന്റർ ജാക്കറ്റ് ഇടാറ്. വിന്റർ ജാക്കറ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് റെന്റിന് മേടിക്കാൻ പറ്റും. റെന്റിന് ഇപ്പോൾ നിങ്ങൾ 5 ദിവസത്തേക്ക് ചെല്ലുന്നെങ്കിൽ ഏതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ തന്നെ അടുത്തേക്ക് ചോദിക്കാം. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്, വിന്ററിൻ്റെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അവർ തന്നെ 5 ദിവസത്തേക്ക് ഇത്ര രൂപ പറഞ്ഞാൽ അവിടെയും ബാർഗൈനിങ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ വിന്റർ ജാക്കറ്റ് മേടിച്ചത് സരോജിനി നഗറിൽ നിന്നാണ്. ഡൽഹിയിൽ പോയി 2 ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ കശ്മീരിലേക്ക് പോകുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ മേടിച്ചു. സരോജിനി, ഇപ്പോൾ നിങ്ങൾ ഡൽഹി വഴിയാണ് പോകുന്നത്, സരോജിനി മാർക്കറ്റിലേക്ക് പോവുക. ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഐറ്റംസ് അവിടെ നിന്ന് കിട്ടും. വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്നോ ജാക്കറ്റ് മേടിക്കാൻ നോക്കുക. കാരണം നമ്മൾ വിചാരിക്കും അങ്ങോട്ട് ഇവിടെ മഞ്ഞ് കുടി നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, മഞ്ഞ് തട്ടിയേ പോകത്തില്ല. നമ്മൾ പുറത്ത് വീഴുമ്പോൾ തന്നെ, നമ്മുടെ പുറത്ത് മഞ്ഞ് വീഴുമ്പോൾ തന്നെ അത് അലിയും. നമ്മുടെ ടെമ്പറേച്ചർ കൊണ്ട് അത് അലിഞ്ഞ് ശരീരത്തിൽ ഫുള്ളും. പിന്നെ ഹംസ മിസ്റ്റർ മരുമ സിനിമയിൽ പുഴിഞ്ഞോട് സുരാജ് വരുന്നത് പോലെ നമ്മൾ എടുത്ത് പുഴിഞ്ഞ ബൈ എന്ന് പറഞ്ഞ് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും അടിയിൽ തെർമൽ ലെയർ ഇടുക. തെർമൽ ലെയറിന് തൊട്ട് മുകളിലായിട്ട് ഫ്ലീസ് ലെയർ ഉള്ള ഒരു ഡ്രസ്സ് ഇടുക. അതിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ അവിടുത്തെ തണുപ്പ് വെച്ചോ, തണുപ്പ് അത്ര കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വിന്റർ ജാക്കറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഗുൽമർഗിലൊക്കെ ഒക്കെ നിങ്ങൾ മുകളിൽ ഫേസ് ടൂലൊക്കെ പോകുന്നെങ്കിൽ നിങ്ങൾ തെർമൽ ലെയർ ഇടുക, അതിൻ്റെ ഫ്ലീസ് ഇടുക, അതിൻ്റെ മണ്ടയിൽ നല്ല കട്ടിയുള്ള ഹുഡി ഇടുക, അതിൻ്റെ മണ്ടേ വിന്റർ ജാക്കറ്റ് ഇടുക. ചിലപ്പോൾ അതിൻ്റെ മണ്ടേ ഒരു വിന്റർ ജാക്കറ്റ് ഇടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മഞ്ഞ് മനുഷ്യരെ കണക്ക് പോയാലേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഞാൻ കരുതി കുഴപ്പമില്ല, അത്രയ്ക്ക് നമ്മുടെ ടെമ്പറേച്ചർ പക്ഷേ എക്സ്ട്രീമാണ്. നമുക്ക് പിന്നെ നമ്മൾ താഴെ നിന്ന് യൂണിയൻ ടാക്സി ഒക്കെ വിളിച്ചായിരിക്കും മുകളിലേക്ക് പോകുന്നത്. പോയി കഴിഞ്ഞാൽ യൂണിയൻ ടാക്സി വിളിക്കേണ്ടി വരും. നമ്മുടെ ഒരു പരിധി വരെ നമ്മളിപ്പോൾ പാക്കേജ് ആയാലും നമ്മുടെ സാധാ ടാക്സി വിളിച്ച് നമ്മൾ ഗുൽമർഗിലേക്ക് പോയാലും അവർ പോകത്തുള്ളൂ. ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഗുൽമർഗിന്റെ കവാടം തുടങ്ങും. അവിടെ നിന്ന് പിന്നെ നമ്മൾ യൂണിയൻ ടാക്സിക്കാരാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ബാർഗൈൻ ചെയ്ത് പൈസ റെഡിയാക്കി മുകളിലേക്ക് പോകാം. അപ്പോൾ അവരുടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളും കാണിച്ചത്. കാരണം അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാക്കറ്റ് മാറ്റാനും കിട്ടുന്നതും അങ്ങനെ ഒന്നുമില്ല, ഗംബൂട്ട് കിട്ടുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് മുൻകൂട്ടി കാര്യങ്ങളെല്ലാം ഓക്കെ വെച്ചതിന് ശേഷമാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഹീറ്റിംഗ് പാഡ്സ് എന്ന് പറയും. നമ്മുടെ വാമിയുടെ ഹീറ്റിംഗ് പാഡ്സ് ആണ്. അതേമാതിരി ഞാൻ ഹീറ്റിംഗ് പാഡ്സ് കയ്യിലെടുത്ത് വെച്ചിട്ടില്ല. ഇതാണ് ഐറ്റം. ഡെക്കാത്ലോണിൽ നിന്നാണ് ഈ ഐറ്റം മേടിച്ചത്. 10 മണിക്കൂർ വരെ ചൂട് നിൽക്കും. അതായത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ 2 പാർട്സ് ആയിട്ടാണ് ഐറ്റംസ് വരിക. ഇത് വേറൊരു കവറിൽ വരുന്നതാണ്. അപ്പോൾ ആ കവർ തീർന്നപ്പോഴത്തേക്ക് ബാക്കി ഇതിലേക്ക് എടുത്തിട്ടതായിട്ടോ. ഇതിൽ കൈയുടെയും കാലിൻ്റെയും അടയാളം കാണിച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഷേക്ക് നല്ല ഷേക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ചൂട് നമ്മുടെ കയ്യിൽ ഫിംഗർ ടിപ്പിൽ അനുഭവപ്പെടും. അപ്പോൾ അതുപോലെ എടുത്തിട്ട് നമ്മുടെ പാമ്പിൽ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൗസ് പിടിച്ചിട്ട് അപ്പോൾ കൈയുടെ ഉള്ളിൽ നമുക്ക് എന്തിട്ട് നമ്മൾ തീ കായുക എന്ന് പറയില്ല. അപ്പോൾ അതിന് വേറൊരു പുതിയൊരു അഡ്വാൻസ്ഡ് മെത്തേഡാണ് സംഭവം. അപ്പോൾ അത് എടുക്കുക, കയ്യിൽ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് നല്ല ചൂട് കിട്ടും, നല്ല ചൂടാണ്. പല ചൂട് എടുത്താണ്. പിന്നെ രക്ഷ കിട്ടും. അതുപോലെ തന്നെ കാലിൽ ഒട്ടിക്കുക, ഷേക്ക് ചെയ്ത് കാലിൽ ഒട്ടിക്കുക, സോക്സ് പിടിച്ചെടുക്കുക. പിന്നെ ഉള്ളത് ഇതാണ്. ഇതും അതുപോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് അതുപോലെ പൊട്ടിച്ചെടുക്കുക. ഇത് കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഇത്രയുണ്ട് ഐറ്റം. ഓക്കെ, അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അത് വെട്ടം ഇങ്ങോട്ട് അടിക്കുന്നത് അറിയാൻ വയ്യാത്തതാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയാണ് ഐറ്റം ഇരിക്കുന്നത്? ഇത്ര കാണും ഐറ്റം. സോ നിങ്ങൾക്ക് ഇതും അതുപോലെ തന്നെ പൊട്ടിക്കുക, ഷേക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേവൽ ബട്ടൺ ഒട്ടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൈനിൻ്റെ ഒരു കിഡ്നി വരുന്ന ഭാഗത്തിൽ അവിടെ ഒട്ടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ നിങ്ങളുടെ ശരീരത്തിൽ കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നെഞ്ചിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് തണുപ്പെടും. നമ്മൾ നെഞ്ച് കിടങ്ങുന്ന പറയുമ്പോൾ നെഞ്ചിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് വേണമെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നെക്ക് ബാൻഡ് ഇടുക. നെക്ക് ബാൻഡ് പറ്റുമ്പോഴെല്ലാം മുഖത്തിൽ ഇത്ര പിടിച്ചെടുക്കുക. ബീനീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിന്റർ ക്യാപ്പ് ഉണ്ടെങ്കിൽ വിന്റർ ക്യാപ്പ് പിടിച്ചത് ഇത്രയും ഇട്ടിട്ട് അടുത്ത നിങ്ങളുടെ നെക്ക് ബാൻഡ് പിടിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ കണ്ണ് മാത്രം ഒടിക്കുന്നത്. കണ്ണ് വെളിയിൽ വെച്ചുകൊണ്ട് നടക്കരുത്. മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഇത്. തെൻകിഴക്ക് തെയ്യം സെട്ട് ചെമ്പരത്തി പൂ മുട്ട് ഈ ഐറ്റം ഉപയോഗിക്കണം. ലൂസിഫറിൽ ലാലേട്ടൻ വെച്ചതല്ല, ഞാൻ മേടിച്ചത് ഇതാണ്. പക്ഷെ എനിക്കിത് വെച്ചിട്ട് എനിക്ക് തന്നെ ചിരി വന്നു. നോക്ക്,
അങ്ങനെ ഇപ്പോൾ ഇതുപോലുള്ള കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പോളറൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ അല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് വർക്ക് ചെയ്യുമ്പോഴും റീഡ് ചെയ്യുമ്പോഴൊക്കെ വയ്ക്കുന്ന ഐറ്റമാണ്. ഇത് വയ്ക്കുമ്പോൾ കുറച്ച് ഏജ്ഡ് ലുക്ക് എനിക്ക് ഫീൽ ചെയ്യും. സോ ഞാനത് യൂസ് ചെയ്യാം. അത്യാവശ്യം വർക്ക് ചെയ്യുമ്പോഴൊക്കെ വെച്ചാൽ വരുമല്ല, അല്ലെങ്കിൽ കണ്ണൊക്കെ പറയുന്നതിനകത്ത് വെച്ച് പോകും. അപ്പം പോളറൈസ്ഡ് ആയിട്ടുള്ള നല്ല കൂളിംഗ് ഗ്ലാസ് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അത് യൂസ് ചെയ്യണം. അവിടെ ചിലപ്പോൾ മുകളിൽ ആകാശം, താഴെ ഭൂമി ആയിരിക്കത്തില്ല, അവിടെ ചിലപ്പോൾ താഴെ മഞ്ഞായിരിക്കും. അപ്പോൾ ഫുള്ള് വെള്ളമായിരിക്കും, എവിടെ നോക്കിയാലും വെള്ളം. ഇതെന്ത് വെള്ളരിക്കപ്പെടണോ എന്നൊരു ഫീൽ നമുക്ക് തോന്നും. ഫുള്ളും വെള്ളമായിരിക്കും, കണ്ണ് ഭയങ്കരമായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തലവേദനയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ പറയണം. അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് തലവേദന ഇല്ല, പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് ആകെ ഒരു കുറച്ച് കഴിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് നോക്കാൻ പറ്റില്ല, കണ്ണ് ഫുള്ള് ബ്ലറായി ഭയങ്കര ഫീൽ. അപ്പോൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കതൊരു അങ്ങനെയൊക്കെ വരും. ഞാൻ നിങ്ങൾക്ക് കൈയെടുത്ത് കൊമ്പ് ഡ്രെയിൻ അങ്ങനെ പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയും അത്യാവശ്യ കാര്യങ്ങളിൽ കൂളിംഗ് ഗ്ലാസ് ഇല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ രാത്രിയൊക്കെ വണ്ടി ഓടിക്കും, ഗ്ലെയർ അടിക്കായിരിക്കും നമ്മൾ ഗ്ലാസ് കണ്ണാടി വെച്ചിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ്. അതൊക്കെ ചെറുത്, ഇതൊക്കെ വലുത്. അതെടുത്ത് നമ്മൾ കണ്ണിൽ വെക്കുക, കൂളിംഗ് ഗ്ലാസ് വെക്കുക. ആ സമയത്ത് എല്ലാം ശാന്തമായിട്ട് കാണും. കണ്ണിന് ഭയങ്കര ആശ്വാസം. അതുപോലെ തന്നെയാണ് സൺ എക്സ്പോഷർ ഭയങ്കരമായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള UV പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന PA++ ഫാക്ടറുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ മോയ്സ്ചറൈസർ എടുക്കുക, അതിൻ്റെ മുകളിൽ കൂടി. ഇപ്പോൾ നിങ്ങൾ ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടൊരു കാഴ്ച, ഒരു പെൺകുട്ടി വന്ന് സൺസ്ക്രീൻ മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തേച്ച്. സൺസ്ക്രീനാണ്, സൺക്രീം അല്ല, ക്രീം. അങ്ങനെയുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് മുഖത്തിന് നല്ലപോലെ എന്ത് ചെയ്യാൻ വേണ്ടി അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കും. ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മൾ 3 ഫിംഗർ റൂൾ, അത് 4 ഫിംഗർ റൂൾ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 1 ഫിംഗറോ എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് അത് ഒരു നമ്മൾ മാസ്ക് ഒക്കെ ആക്കി കൊടുക്കില്ല, അതുപോലെ ആക്കി വെക്കുകയാണ് സണ്ണിന് പ്രൊട്ടക്ഷൻ ആണ്. കണ്ണിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കരുത്. കണ്ണിൻ്റെ പ്രൊട്ടക്ഷനാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ കണ്ണാടി എന്ന് പറയുന്നത്. അതിന് മാത്രമേ കണ്ണിന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കാരണം കണ്ണിൻ്റെ അകത്ത് നമ്മൾ സൺസ്ക്രീൻ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വിൻ്റർ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ സൂക്ഷിച്ച് മേടിക്കുക. 2 ജോഡി ഗ്ലൗസ് നിങ്ങൾ കൊണ്ടുപോകുക. സോക്സ് 4 ജോഡി 5 ജോഡി സോക്സ് എത്ര ജോഡി, 5-6 ജോഡി നിങ്ങൾ വെച്ചിരുന്നത്. കാരണം ഒരു ദിവസം ഉപയോഗിക്കുന്ന ചിലപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതങ്ങനെയാണ്. കാരണം അത് നനഞ്ഞ് ഒരു പരുവായിട്ട്. കാരണം ഇത്രയും നാൾ ഗംബൂട്ടിൻ്റെ അകത്ത് നമ്മൾ ഐസ്, നമ്മൾ മുട്ടിൻ്റെ പൊക്കം വരെ മഞ്ഞ് കിടക്കും. അപ്പോൾ നിങ്ങൾ ചവിട്ടി പോകുമ്പോഴത്തേക്കും ഗംബൂട്ടിൻ്റെ അകത്തേക്കും മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് അത് അലിയും. കാല് ചൂട് കാണും, അവിടെ കിടന്ന് അലിഞ്ഞിട്ട് കാല് ഫുൾ കുതിർന്നിരിക്കും. റൂമിൽ എത്തിക്കഴിഞ്ഞ് ചിലരുടെയൊക്കെ കാലൊക്കെ വെട്ടി നല്ല ഭയങ്കരമായിട്ട് അത് പൊട്ടി വെളിയിൽ ഇത് വരും. അതായത് ചോര അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മോയ്സ്ചറൈസർ ഇട്ട് വയ്ക്കുക. മോയ്സ്ചറൈസർ ഇടാത്തവർക്കൊക്കെ എന്നോട് പണി കിട്ടിയെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്താണ് നിങ്ങൾ മോയ്സ്ചറൈസ് യൂസ് ചെയ്യണം, കട്ടിക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണം. അത് കുഴപ്പം വരത്തില്ല എന്ന് പറയാം. അവർക്കൊക്കെ ഈ പെട്രോളിയം ജെല്ലി വാസലിനായിരിക്കും ഗ്ലിസറിൻ, അതൊക്കെ ആഡ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കാല് നല്ല രീതിയിലായിരിക്കും. പിന്നെ അതിനുശേഷം സോക്സ് പിടിച്ചെടുക്കും. അപ്പോൾ കാല് സെറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിലൂടെ ഐസും കൂടെ ചെന്നകത്ത് കമ്പൂട്ടിന് വീഴണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് അത് കുതിരും, കാലിരുന്ന് കുതിർന്ന് തൊലി പൊട്ടും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കാലും കൈയും എല്ലാം സൂക്ഷിക്കുക. എന്തെങ്കിലും ഒരു മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബാൻഡേജോ കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നോക്കാം. വെള്ളത്തിൽ നിന്നും ഐസിൽ നിന്നും അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ നോക്കാം. പിന്നെ പറയാനുള്ള കാര്യം, സോൻമർഗ്, ഗുൽമർഗ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് നടന്ന് കാണുന്ന ആഗ്രഹം പോകാൻ പറ്റിയ സ്ഥലമാണ് ദൂത്പത്രി. ദൂത്പത്രി എന്ന് പറയുന്ന ഹിഡൻ വില്ലേജ് ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു ഏകദേശം 5-6 വർഷങ്ങൾ കൊണ്ടാണ് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയെന്ന് പറയുന്നത്. അതായത് കാശ്മീർ ഫോക്സ് ഒക്കെ എല്ലാവരും താമസിക്കുന്ന നല്ല മനുഷ്യരായിട്ട് അവിടുത്തെ നല്ല മനുഷ്യരാണ്. നല്ല ഇതിൽ നമുക്കത് ഭയങ്കര പൊളൈറ്റ് ആണ്. അവരിപ്പോൾ ഒരു കടയ്ക്ക് ഒരു സാധനം മേടിക്കാൻ ഇറങ്ങിയ പോലെ അവരാരും ഇതും തിന്നുന്നത്. ഇപ്പോൾ നമ്മുടെ എവിടെയൊക്കെയാണെന്ന് കയറി തന്നെ കഴിഞ്ഞാൽ ഡ്രസ്സും മേടിക്കില്ല. അങ്ങനെ അപ്പോൾ അവർ കയറി തിന്നത് കുഴപ്പമില്ല. അത് ഭയങ്കര കാരണം എന്താണെന്നറിയത്തില്ല. ഭയങ്കര നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറലോകമായിട്ടുള്ള ബന്ധമൊക്കെ അങ്ങ് മറക്കും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് പോകാൻ. ട്രെയിനിലൊക്കെ കയറി ഇറങ്ങി പോകുന്നവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുംബൈ ടു ഡൽഹി ട്രെയിൻ പോയി. അപ്പം മുൻകൂട്ടി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കയറുക. ചില സമയത്ത് ഭയങ്കര റഷായിരിക്കും. ചിലപ്പോൾ ഇരിക്കുക, നിങ്ങൾ 3rd AC എടുത്താലും 2nd AC എടുത്താൽ ഏതെടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ചിലപ്പം റഷ് നമ്മുടെ സീറ്റിലേക്ക് വരെ ആൾക്കാർ കാണും. ചിലപ്പോൾ അത് മാറ്റാൻ പോലും ആൾ വന്നെന്ന് വരത്തില്ല. സോ നല്ല രീതിയിൽ സൂക്ഷിച്ച് പോവുക. നമ്മൾ ഡൽഹി ചെന്നിട്ട് ബ്ലൂ ട്രയാങ്കിൾ ഫാമിലി ഹോസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്, കനോട്ട് പ്ലേസിൽ. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. ഡൽഹി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ചേർന്നിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണത്. അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി കിട്ടി തരാൻ ഇന്റീരിയേഴ്സ് കാര്യങ്ങൾ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോവുക. അപ്പം പഹർഗഞ്ച് എന്ന് പറയുന്ന ഏരിയ ആണത്. പിന്നെ അതിനോട് ചേർന്ന് കരോൾ ബാഗ് എന്ന് പറയുന്ന ഏരിയ. കരോൾ ബാഗ് ഒന്നും ഭയങ്കരമായിട്ട് താമസ യോഗ്യമല്ല ഇങ്ങനെ ഒരു ഇത് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ കനോട്ട് പ്ലേസ് കുറച്ചുകൂടി പോർഷ് ആയിട്ടുള്ള ഏരിയയാണ്. പക്ഷേ ഭയങ്കര സേഫാണ്. അതായത് ചീഫ് ജഡ്ജി മുതൽ ഒരുപാട് പേരുടെ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഡൽഹി കാണണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം വരെ. ഇപ്പോൾ നമുക്ക് 2 ദിവസം ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം പർച്ചേസ് കൊണ്ടുവന്ന് ഒന്നും കാണാൻ പറ്റിയില്ല. ഹുമയൂൺ ടോമിൽ ജസ്റ്റ് ഒന്ന് പോയി വന്നല്ല, വേറെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. നമ്മൾ റിപ്പബ്ലിക് ഡേയുടെ സമയത്താണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഗേറ്റ് കടത്തിയെടുത്തത് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. അവിടെ ഫുള്ള് പട്ടാളക്കാരും സോൾജേഴ്സും അങ്ങനെ എല്ലാവരും നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റും. ദൂരെ എന്തെങ്കിലും നോക്കി കാണാനേ പറ്റുള്ളൂ. അത് ഇതുപോലെ പറഞ്ഞതുപോലെ ഗൂസ് ബംസ് തരുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സ്ഥലമുണ്ട് ഡൽഹിയിൽ. ഡൽഹി ഭയങ്കര സുന്ദരമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മൾ പോകണം, അതിനായിട്ട് നമ്മൾ ഒരാഴ്ച പോയി കഴിഞ്ഞാൽ കാണാനൊക്കെ ഉണ്ട് ഡൽഹിയിൽ. പിന്നെ എന്താ പറയാനുള്ളത്? ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും നിങ്ങൾക്ക് പറയണം, എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമന്റിൽ കാര്യങ്ങൾ ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ സോളോ സിംഗർ അല്ലെങ്കിൽ അമീന മെഹർ എന്ന് പറഞ്ഞ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ പേസ്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കയറുക. എന്നിട്ട് ഡയറക്റ്റ് DM me. ഒരു കുഴപ്പമില്ല. എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ലെയർ ചെയ്യുന്നതിന്റെ ബേസിക് ലെയറിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏറ്റവും അടിയിൽ തെർമൽ ലെയർ ഇടുക, അതിന് തൊട്ട് മുകളിൽ ഫ്ലീസ് ലെയർ ഇടുക. ഭയങ്കര തണുപ്പാണെന്ന് അതിന്റെ മുകളിൽ കട്ടിയുള്ള കൂടിയോ കാര്യങ്ങൾ ഇട്ടതിന് ശേഷം നിങ്ങൾ അതിന്റെ മുകളിൽ കൂടി വിന്റർ ജാക്കറ്റ് ഇടുക.